എല്ലാവർക്കും ഹായ്. വളരെ സന്തോഷമുള്ളൊരു ദിവസമാണിത്. കാര്യം ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 സ്റ്റേജ് 2 ഒക്കെ സംഭവിച്ചതുപോലെ തന്നെ സ്റ്റേജ് 3 ഞങ്ങൾ പ്രവചിച്ച അല്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ച ധാരാളം ചോദ്യങ്ങൾ, സോ കോൾഡ് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ മറ്റാർക്കും ഉത്തരം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ധാരാളം ഞങ്ങളുടെ പ്രോഗ്രാംസിൽ നിന്ന് വന്നിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിഗ്രി ലെവൽ 3-ാം ഘട്ടത്തിൻ്റെ ആൻസർ കീ ഡിസ്കഷനും എക്സാം അനാലിസിസുമാണ് കാണിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് എത്രത്തോളം ചോദ്യമാണ് വന്നിട്ടുള്ളത്. വലിയ ബുദ്ധിമുട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ ക്ലാസ് റൂം പ്രോഗ്രാംസിൽ നിന്ന് ഡയറക്റ്റ് വന്നിട്ടുള്ളതാണ്. സോ വലിയ സന്തോഷമുണ്ട്. PSC പാറ്റേൺ മാറ്റിയതിന് ശേഷം പുതിയ പാറ്റേണിൽ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയപ്പോൾ കുറേ സ്ഥലത്ത് നിന്ന് കുറ്റപ്പെടുത്തലുകളൊക്കെ കേട്ടിരുന്നു. പക്ഷേ ആ സമയത്ത് എൻ്റെ കൂടെ നിന്ന് എൻ്റെ അധ്യാപകർക്കും എൻ്റെ വിദ്യാർത്ഥികൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ ഈ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ഇന്ന് വലിയൊരു PDF നോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷയ്ക്കൊക്കെ ഈ PDF നിന്ന് ചോദ്യങ്ങൾ വരും. ജസ്റ്റ് ഉത്തരം പറഞ്ഞ് പോവുകയല്ല, അസോസിയേറ്റഡ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ ഇത് ദയവായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് വെച്ച് പഠിക്കുക. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്തേക്കാം. ഈ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. ഇനിയുള്ള പരീക്ഷകളിൽ ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം അവസാനമായിട്ട് പറയുന്നൊരു കാര്യം മാത്രമാണ്, ഞങ്ങളുടെ കോഴ്സസ് ഇപ്പം ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ച്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ബാച്ച്, KS ബാച്ച്, +2 ബാച്ച്, LDC ബാച്ചിൻ്റെ ഒക്കെ ഫീസസ് എക്സ്ട്രീംലി അഫോർഡബിൾ ആണ്. പക്ഷേ കോഴ്സിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് തരേണ്ടതൊരു വാക്കിത് മാത്രമാണ്, കട്ടക്കിരുന്ന് പഠിക്കുന്നുള്ളത്. കാര്യം നിങ്ങൾക്ക് പഠിക്കേണ്ട സംഭവങ്ങൾ, നോട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് തരാൻ സാധിക്കും. നിങ്ങളുടെ റിസർച്ച് ടീം അത്രയും സ്ട്രോങ് ആണ്. പക്ഷേ ഇരുന്ന് പഠിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സോ നമ്മുടെ കോഴ്സിലേക്ക് വരാൻ അല്ലെങ്കിൽ മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചിലേക്കും LSGSൻ്റെ ഒക്കെ SIയുടെ മെയിൻസ് ബാച്ചിലേക്കും, കേരള ബാങ്കിൻ്റെ ഒക്കെ ഡിഗ്രി മെയിൻസ് ബാച്ച്, CPO ബാച്ച്, LDC ബാച്ച് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജോയിൻ ചെയ്യണോ വേണ്ടയോ എന്നുള്ളത്. ബിക്കോസ് ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും, നല്ല അധ്യാപകർ ഞങ്ങളുടെ പക്ഷത്തുണ്ട്. പക്ഷേ കട്ടയ്ക്ക് ഞാൻ കൂടെ നിന്ന് കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, സോ ഒന്നാമത്തെ ചോദ്യം തന്നെ നമുക്ക് നോക്കാം. സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾ, അല്ലേ, സോഷ്യോ എക്കണോമിക് ബാക്ക്വേർഡ് ക്ലാസ് എന്ന് പറയും, അവരെ അംഗീകരിക്കണം, അവരെ കണ്ടെത്താൻ സംസ്ഥാനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 105ാമത്തെ ഭരണഘടനാ ഭേദഗതി. ഉത്തരം C ആണ്. ഞങ്ങളുടെ 3ാമത്തെ ടെസ്റ്റ് ചോദ്യം നമ്പർ 30-നകത്തും ക്ലാസ് റൂം പ്രോഗ്രാംസിലൊക്കെ ഇത് പഠിപ്പിച്ചതാണ്. എന്തുകൊണ്ടാണ്? ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും മറ്റ് ഘടകകക്ഷി എല്ലാവരും ഒരുമിച്ച് നിന്ന് ഭരണപക്ഷം പാസ്സാക്കുന്ന ഒരു ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ CPM അംഗീകരിച്ചു, BJP അംഗീകരിച്ചു, കോൺഗ്രസ് അംഗീകരിച്ചു. ഈ കാര്യത്തിൽ ആർക്കും ഒരു പരാതിയില്ലായിരുന്നു. അത്രത്തോളം ചരിത്രപരമായിട്ടുള്ള ബില്ലായതുകൊണ്ടാണ് ഞങ്ങൾ ക്ലാസ്സിൽ ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിപ്പിച്ചത്. ടെസ്റ്റ് സീരീസിനകത്ത് ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. 105ാമത്തെ ഭരണഘടനാ ഭേദഗതി, മറാത്തവാഡ ജഡ്ജിമെൻ്റ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് തൽക്കാലം അതൊന്നും വേണ്ട, ബേസിക് ഫാക്റ്റുകൾ പഠിച്ചാൽ മതി, നമുക്ക് പരീക്ഷയ്ക്ക് ക്ലാക്ക് ചെയ്യാൻ പറ്റും. ഡിഗ്രി ലെവൽ പരീക്ഷയിൽ വളരെ ലളിതമാണ്. കൃത്യമായിട്ടുള്ള പാറ്റേണിലാണ് ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആ പാറ്റേൺ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. മറ്റ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗിക കാലിഗ്രാഫർ ആര്? ഇതിൻ്റെ ആൻസർ പ്രേം ബിഹാർ നരേൻ റൈസ തന്നെയാണ്. ഇതൊക്കെ സ്ഥിരം PSC ചോദ്യങ്ങളാണ്. എന്നാൽ ഞങ്ങളിത് ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റുകൾ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയുടെ സെക്ഷനകത്ത് ഞങ്ങളുടെ ക്ലാസ്സിൽ വളരെ വിശാലമായിട്ട് തന്നെ പറഞ്ഞ് പോയിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോയത് കുറച്ച് ഡിഫിക്കൽട്ട് ചോദ്യമാണ്. പക്ഷേ ഇത് കാലാകാലങ്ങളുടെ യൂട്യൂബിൽ പറയുന്നത് ഇത് വരും. ഡോക്ട്രൈൻ ഓഫ് റിപ്പഗ്നൻസി. ഇപ്പോൾ എനിക്ക് 14ാം റാങ്ക് കിട്ടിയ എക്സൈസ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ മെയിൻസിലും വന്നൊരു ചോദ്യം അതാണ്. ചില കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരുകൾക്കും കേന്ദ്ര സർക്കാരുകൾക്കും നിയമം നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഇവർക്കിടയിൽ ക്ലാഷ് വരികയാണെങ്കിൽ ആരുടെ നിയമം നിലനിൽക്കും? കേന്ദ്ര സർക്കാരിൻ്റെ ആയിരിക്കും. ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി എന്ന് പറഞ്ഞ നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ നിന്ന് അസോസിയേറ്റ് ചെയ്ത് വന്നൊരു ചോദ്യമാണ്. ക്ലാസ്സിൽ ഇതിൻ്റെ എക്സ്റ്റെൻസീവ് ഡിസ്കഷൻ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 248 എന്താണ് പ്രതിപാദിക്കുന്നത്? കൺകറന്റ് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തെ പറ്റിയാണ് പറയുന്നത്. ആർട്ടിക്കിൾ 248 കേസാണിത്. ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ റെസിഡ്യൂറി പവർ, അവശിഷ്ട അധികാരം എന്നൊക്കെ പറയാറില്ലേ, അതൊക്കെയാണ് ഈ കോണ്ടെക്സ്റ്റിൽ വരുന്നത്. ഞങ്ങൾ വളരെ എക്സ്റ്റെൻസീവായിട്ട് ടെസ്റ്റ് 6 ചോദ്യം നമ്പർ 28 കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 248 എന്ത്? ഈ പറയുന്നത് ഇപ്പോൾ സ്പേസ് ടെക്നോളജി, സൈബർ ടെക്നോളജി പോലെയുള്ള റെസിഡ്യൂറി ലിസ്റ്റിലുള്ള സബ്ജക്റ്റുകളുണ്ടല്ലേ, അതിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശം ആർക്കാ? സംസ്ഥാനങ്ങൾക്കാണോ? അല്ല, കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസിൽ വന്നിട്ടുണ്ട്. ക്ലാസ് റൂമിൽ ഇതിൻ്റെ വിശാലമായിട്ടുള്ള ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. 248 ഡോക്ട്രിൻ ഓഫ് റിപ്പഗ്നൻസി ഇനിയും വരും. നിങ്ങൾ എഴുതി വെച്ച് പഠിച്ചു, ഈ PDF ഡൗൺലോഡ് ചെയ്ത് പഠിച്ചോ. അതുകൊണ്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടെ പഠിക്കണം. ആർട്ടിക്കിൾ 249 എന്താണെന്നുള്ളത്. ഇത് PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. കാര്യം എന്താ?
രാജ്യസഭയ്ക്ക് സംസ്ഥാന ലിസ്റ്റിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 249 പറയുന്നത്. ഇപ്പോൾ 248 ചോദിച്ചു, ഭാവിയിൽ 249 ആയിരിക്കും ചോദിക്കുന്നത്. ഒരു മാർക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇപ്പം തന്നെ നോട്ട് ചെയ്ത് വെച്ചോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അല്ലേ. തദ്ദേശീയ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം നൽകിയ ആദ്യ സംസ്ഥാനം ആരാണ്? നമ്മുടെ കൊച്ചു കേരളമാണല്ലോ. എന്തൊക്കെ കൊച്ചു കേരളം സംഭവിക്കുന്നത് ചോദിക്കുന്ന പോലെ. സോ അത് വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമായിരുന്നു. അടുത്തൊരു ചോദ്യം, പലരും ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ ഈ ചോദ്യം ഞങ്ങൾ ക്ലാസ്സിൽ മൾട്ടിപ്പിൾ ടൈംസ് പഠിപ്പിച്ച് റിവിഷനും കൊടുത്തതാണ്. SR ബൊമ്മായി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഈ കേസ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യമുണ്ട്. SR ബൊമ്മെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ അനാവശ്യമായിട്ട് സംസ്ഥാനങ്ങളുടെ മുകളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെതിരായിട്ട് സുപ്രീം കോടതി നടത്തിയൊരു ജഡ്ജ്മെൻ്റ് ആയത്. സോ ആർട്ടിക്കിൾ 356 രാഷ്ട്രപതി ഭരണത്തിനെതിരായിട്ടുള്ളതാണത്. ചുമ്മാ കയറി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ഒക്കത്തില്ല. കൃത്യമായിട്ടുള്ള റൂൾസും റെഗുലേഷൻസ് സുപ്രീം കോടതി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് SR ബൊമ്മായി കേസിൽ പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, അടുത്ത പ്രാവശ്യം കേശവാനന്ദ ഭാരതി കേസോ മിനർവ മിൽ കേസോ വരും. ഇതൊക്കെ വളരെ ഈസിയാണ് പഠിക്കാൻ. കൃത്യമായിട്ടുള്ള സോഴ്സ് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാംസ് പോലെ ഇത്ര ഈസി ആയിട്ടുള്ളൊരു സംഭവം വേറെ ഇല്ല. അപ്പോൾ ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് എക്സൈസ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജയിലർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയിലൊക്കെ റാങ്ക് കിട്ടിയത് PSC പാറ്റേൺ മാറ്റിയത് കൊണ്ട് മാത്രമാണ്. പഴയ പാറ്റേൺ അനുസരിച്ചാണെങ്കിൽ റാങ്ക് ഫയൽ കാണാതെ പഠിക്കണം, നല്ല ഓർമ്മശക്തി വേണം. പക്ഷേ പുതിയ പാറ്റേണിൽ കോൺടെക്സ്റ്റ് അറിഞ്ഞ് അനലറ്റിക്കലായിട്ട് പഠിക്കാൻ വളരെ രസകരമാണ്. ഒരു ആവറേജ് ഓർമ്മശക്തിയും പഠിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാംസ് ക്രാക്ക് ചെയ്യാം എന്നൊരു സിറ്റുവേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ ഈ അവസരം നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ വിനിയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു നോട്ട് നിങ്ങൾ പഠിക്കുക. SR ബൊമ്മായി കേസ് ഇനി പല സ്ഥലത്തും വരാൻ പോകുന്നതാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്യാം. കേശവാനന്ദ ഭാരതി കേസ്, ബൊമ്മായി കേസ്, അതുപോലെ തന്നെ മിനർവ മിൽ കേസ്, വെരി ഇമ്പോർട്ടൻറ്റ്. അടുത്ത ചോദ്യം ഞങ്ങൾ ക്ലാസ്സിൽ എടുത്തതായിരുന്നു. എന്താണ് ചോദ്യം? ഇന്ത്യയുടെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം എന്തല്ലേ? വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച അല്ലേ? ഇത് ഞങ്ങൾ ക്ലാസ് റൂം പ്രോഗ്രാംസിൽ പറഞ്ഞതാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, സുസ്ഥിര വളർച്ചയാണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ്. എന്ത് തരത്തിലുള്ള സുസ്ഥിര വളർച്ച? ഫാസ്റ്റർ ഗ്രോത്ത്, മോർ ഇൻക്ലൂസീവ് ഗ്രോത്ത്. ക്ലാസ് റൂമിലെ നോട്ട്സാണ് ഞാൻ നിങ്ങൾക്ക് സ്ലൈഡ്സിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് വരുമെന്ന് ഞങ്ങൾക്ക് തോന്നിയതുകൊണ്ട് തന്നെയാണ് ക്ലാസ് റൂം പ്രോഗ്രാംസിലും കൊടുത്തു, റിവിഷനും കൊടുത്തു. അതിനോടൊപ്പം ടെസ്റ്റ് സീരീസിൽ ഈ ചോദ്യം ആഡ് ചെയ്തിരുന്നു. രണ്ടാമത്തെ ടെസ്റ്റിലെ 16ാമത്തെ ചോദ്യം ഇതാ. ടെസ്റ്റ് സീരീസിൻ്റെ ലേക്ക് വന്ന സ്റ്റുഡൻസ് വെറും 500 രൂപയെന്ന് ടെസ്റ്റ് സീരീസിൻ്റെ ഫീസ്. അതിലേക്ക് വന്ന സ്റ്റുഡൻസ് ധാരാളം ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർ ധാരാളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കേട്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇത് കുറച്ച് ആൾക്കാരെ വട്ടം കറക്കിയ ചോദ്യമാണ്. ഇത് ഞങ്ങൾ 2 ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ചോദ്യം. അതിനോടൊപ്പം തന്നെ ക്ലാസ് റൂം പ്രോഗ്രാമിലും റിവിഷൻ പ്രോഗ്രാമിനകത്ത് ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്. ചോദ്യം എന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയെന്നുള്ളതാണ് അല്ലേ? 1ഉം 2ഉം ഒക്കെ ശരി തന്നെയാണ്. അത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാർക്ക് സംശയം ഉഷ തോറോട്ടായിരുന്നു ആദ്യത്തെ വനിത RBI ഗവർണർ എന്നുള്ളതാണ്. ക്ലാസ് റൂമിൽ സ്ഥിരമായിട്ട് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ RBI ഡെപ്യൂട്ടി ഗവർണർ KJ ഉദ്ദേശിയാണ്, വുമൺ ഡെപ്യൂട്ടി ജനറൽ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. 3rd സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മറ്റ് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് തന്നെയാണ്. ടെസ്റ്റ് 8-നകത്തും ഞങ്ങളുടെ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിലും ഇതിന് അസോസിയേറ്റഡ് ഫാക്റ്റുകൾ ഞങ്ങൾ പല സ്ഥലത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. RBI ന്യൂസ് പേപ്പറിൽ നിറഞ്ഞിറങ്ങി നിൽക്കുകയാണ്. നിങ്ങൾ LDC പരീക്ഷ അല്ലെങ്കിൽ CPO പരീക്ഷകൾ എഴുതുന്ന വ്യക്തിയാണെങ്കിൽ ഇത് വിട്ട് കളയരുത്. ഓക്കെ, അടുത്തൊരു ചോദ്യം ജസ്റ്റ് നോക്കുക. GSTക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികളിൽ ഏതാണ് ചുമത്തുന്നത്? ഇൻ്റഗ്രേറ്റഡ് GST എന്നൊരു കാര്യം ഞങ്ങൾ ക്ലാസ് റൂമിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഇൻ്റഗ്രേറ്റഡ് GST ആണ് ഇതിനകത്ത് വരുന്നത്. വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ്. അത്ര വലിയ ബേജാറാവേണ്ട ചോദ്യമല്ല. കൃത്യമായിട്ടുള്ള പാറ്റേൺ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ടുന്ന മാർക്കാണ് IGST, ഇൻ്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം എടുത്ത് നോക്കിയേ. ഇപ്പോൾ എക്കണോമിക്സ് എല്ലാവരും കഷ്ടപ്പെടുന്നൊരു സബ്ജക്റ്റാണ്. പക്ഷേ ഞങ്ങളാണ് എക്കണോമിക്സിലെ ദ സോ കോൾഡ് ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ കൂടുതൽ ഞങ്ങളുടെ ക്ലാസ് റൂം പ്രോഗ്രാംസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഉദാഹരണമാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ്, ERD എന്ന് പറയുന്നത്. ഫലപ്രദമായ റവന്യൂ കമ്മി എന്നൊക്കെ മലയാളത്തിലെ തർജ്ജമ തെറ്റാണ്. ഞാൻ പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവാനാണ് മലയാളം ചോദ്യ പേപ്പർ കൊണ്ടുവന്നിട്ടുള്ളത്. ഡിഗ്രി ലെവൽ എക്സാംസിന് ഇംഗ്ലീഷിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്? കൃത്യമായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് മൈനസ് ഗ്രാൻറ്റ്സ് ടു സ്റ്റേറ്റ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്സ്. ഓപ്ഷൻ A ആണ് ഇതിൻ്റെ ആൻസർ. അതായത് റവന്യൂ ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റവന്യൂവിലുള്ള കമ്മി, കുറവ്. പക്ഷേ നമ്മുടെ റവന്യൂവിൽ കുറച്ച് പൈസ നമ്മൾ സ്റ്റേറ്റുകൾക്ക് ക്യാപിറ്റൽ അസറ്റ്, അതായത് വലിയ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന അസറ്റ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഭാവിയിൽ നമുക്ക് എന്ത് കിട്ടും? നല്ല ലാഭം കിട്ടും. സോ യഥാർത്ഥ എഫക്റ്റീവായിട്ടുള്ള റവന്യൂ ഡെഫിസിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് ഒഴിവാക്കണം. കാര്യം ഭാവി ലാഭം കിട്ടാൻ പോകുന്ന സാധനം അതുകൊണ്ട് അത് ഒഴിവാക്കണം.
അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന കോൺസെപ്റ്റ് ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് ആഡ് ചെയ്തത്. ഞങ്ങൾ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. ടെസ്റ്റ് 1-നകത്ത് ഞങ്ങൾ ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെ എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് ആയിരുന്നു. ഞങ്ങൾ എപ്പോഴും പറയുന്നത് ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്ത് ഫസ്റ്റ് ഫ്രീ ടെസ്റ്റ് എങ്കിലും നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇതിൻ്റെ PDF മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്താൻ പറയുന്നു. അവിടെ കൃത്യമായിട്ടും ഞങ്ങളിത് കൊടുത്തിരുന്നു. ഓക്കെ, ഞങ്ങൾ റിസർച്ച് ടീം വളരെ കഷ്ടപ്പെട്ട് നൂറുകണക്കിന് ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാംസ് എല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ചെയ്യും, ഇനിയാണ് ഞങ്ങൾ ചെയ്യും. പക്ഷേ റിലേറ്റീവ്ലി ഈസി ഞങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. കാര്യം കുത്തിരുന്ന് പഠിക്കുക എന്ന് പറയുന്നതാണ് ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അത് നിങ്ങൾ തന്നെ ചെയ്യുക ഇനിയാണെങ്കിലും. ഓക്കെ, മറ്റൊരു ചോദ്യം, 2024 സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ എക്കണോമിക് റിവ്യൂ. എക്കണോമിക് സർവേ എന്ന് പറയുന്ന സംഭവം കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, പകരം എക്കണോമിക് റിവ്യൂ ആയിരുന്നു. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞാണ് എക്കണോമിക് സർവേ ആണെങ്കിലും എക്കണോമിക് റിവ്യൂ ആണെങ്കിലും നമ്മുടെ എക്കണോമിക്കൽ അഡ്വൈസർ, ചീഫ് എക്കണോമിക് അഡ്വൈസറാണ് ഇതൊക്കെ പുറത്തിറക്കുന്നത്. ഇപ്പോഴത്തെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആരാ? വി അനന്ത നാഗേശ്വരാണ്. വളരെ ഈസി ചോദ്യമാണ്. ഇതൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവേണ്ട ചോദ്യമല്ല. ചീഫ് എക്കണോമിക് അഡ്വൈസറാണ് ഇതെല്ലാം റിലീസ് ചെയ്തത്. എക്കണോമിക് റിവ്യൂ നമുക്ക് ചോദ്യം വരും കേട്ടോ. കാരണം ഇപ്പോഴത്തെ പോക്കനുസരിച്ചിട്ട് നമുക്ക് എക്കണോമിക് റിവ്യൂ, കേരള എക്കണോമിക് റിവ്യൂ, അതായത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെ എക്കണോമിക് റിവ്യൂ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ദിസ് സോ കോൾഡ് റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കും. ഇതൊക്കെ വളരെ എളുപ്പമാണ് പഠിക്കുക, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഞങ്ങൾ യൂട്യൂബ് വീഡിയോസിൽ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്, ഈ വർഷം ഞങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം ഇതാണ്, പോർച്ചുഗീസിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഇതൊക്കെ ക്ലാസ്സിൽ റിവിഷനും ക്ലാസ് നോട്ട്സിലും ലൈവ് ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, 1510 തുടക്കത്തിൽ അൽബുക്കർ ഗോവ പിടിച്ചെടുത്തു. കൃത്യമായിട്ടും പറഞ്ഞിട്ടുള്ള 1510 തുടക്കത്തിൽ അൽബുക്കർക്ക് ഗോവ പിടിച്ചെടുത്ത ചരിത്രമൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ക്ലാസ്സിൽ. പോർച്ചുഗീസിലെ രാജാവായ ഇമാനുവലിൻ്റെ പ്രചോദനപ്രകാരമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയത്. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് 2 നമ്മൾ ക്ലാസ് നോട്ട്സിൽ കൊടുത്തിട്ടുണ്ട്. കിങ് മാനുവൽ ഫസ്റ്റ് അദ്ദേഹമാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്നത്. മൂന്നാമത് സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പോർച്ചുഗീസുകാരുടെ കീഴിൽ കൊച്ചി വളരെയധികം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നൊരു ഫാക്റ്റാണ് അല്ലേ. ഗോവ കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർച്ചുഗീസ് കോളനി ആയിട്ട് കൊച്ചി മാറുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പം 1, 2 and 3 എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണെന്നുള്ളത് ആലോചിക്കുക. ദയവായി ഈ അസോസിയേറ്റഡ് ഫാക്ടർ വായിക്കുക. ഞങ്ങൾ ഇതിൻ്റെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്യിപ്പിക്കുന്നത്, ഒരു മോഡൽ ക്വസ്റ്റ്യൻ. കാര്യം പോർച്ചുഗീസുകാരുടെ ചരിത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ മോഡൽ ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിരുന്നു. കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം നമുക്ക് നോക്കിയാലോ. 12ാമത്തെ ചോദ്യം, മാർത്താണ്ഡവർമ്മയെ പറ്റി താഴെ പറയുന്നതിൽ ഏതാണ് ശരിയെന്നുള്ള ചോദ്യമുണ്ട്. ഇതൊക്കെ ഞങ്ങൾ എക്സ്റ്റെൻസീവ്ലി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കുളച്ചിൽ യുദ്ധത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ട്രീറ്റി ഓഫ് മാവേലിക്കര വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, മാവേലിക്കര ട്രീറ്റി 1753 ട്രീറ്റിയാണ്. അത് ഡച്ചുകാരുമായി മാർത്താണ്ഡവർമ്മ ഒപ്പിടുന്ന ട്രീറ്റിയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ഇതിൻ്റെ ആൻസർ എന്ന് വെച്ചാൽ സി ആണ്. കാര്യം ബാക്കി രണ്ട് കാര്യങ്ങൾ, മണ്ഡപത്തിൻ വാതുക്കലെ പറ്റിയും ഡച്ചുകാരുടെ കുളച്ചിൽ യുദ്ധത്തിനെയൊക്കെ പറ്റിയും നമ്മൾ ക്ലാസ്സിൽ പല ആവർത്തി പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ട്രീറ്റി ഓഫ് മാവേലിക്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിയുമായിട്ടുള്ള സൗഹൃദ ബന്ധമല്ല, പകരം ഡച്ചുകാരുമായിട്ടുള്ള അടി ഒഴിവാക്കാൻ വേണ്ടി മാർത്താണ്ഡവർമ്മ സ്ഥാപിച്ച ട്രീറ്റ്. ഇത് ശുചീന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട ഇൻസിഡൻ്റ് ആണത്. അപ്പോൾ അത് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തൊരു ഉത്തരത്തിലേക്ക് എത്താം. ഉത്തരം സി ആണ്. 13ാമത്തെ ചോദ്യം, ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണെന്നൊക്കെ ആൾക്കാർ പറയുന്നു. എന്താണ് ഇത്ര ഡിഫിക്കൽട്ടി എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം PSC കുറച്ച് ഡെപ്തിലാണ് ഇപ്പം ചോദ്യം ചോദിക്കുന്നത്. അത് നമുക്കറിയാം. ആ ഡെപ്ത് ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. പല സ്റ്റുഡൻസ് വിളിച്ചിട്ട് പറഞ്ഞു, സർ ഇതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ചോദ്യമാണല്ലോ. പക്ഷേ ഞങ്ങൾ ടെസ്റ്റ് സീരീസ് ഉൾപ്പെടുത്തിയതാണ്. ടെസ്റ്റ് സീരീസ് ഞങ്ങൾ ഈ ഒരു ഫാക്ട് ഉൾപ്പെടുത്തിയപ്പോൾ ഇത്രയും ഡെപ്തിന് ചോദ്യം വേണമെന്ന് പോലും പലരും ചോദിച്ചിരുന്നു. 13 ടെസ്റ്റുകൾ മാത്രമാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് ഇത്തരത്തിലുള്ള സെലക്റ്റഡ് ഫാക്ടറുകൾ മാത്രമാണ് കൊടുത്തത്. അത് ഉപേക്ഷ വിചാരിക്കാതെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം എന്താണ്? വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് താഴെ പറയുന്ന വസ്തുതകൾ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം അല്ലേ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് EV രാമസ്വാമി നായ്ക്കർ അറസ്റ്റിലായി. അദ്ദേഹം 2 പ്രാവശ്യം അറസ്റ്റിലാവുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞിട്ട് EV രാമസ്വാമി നായ്ക്കർ വാസ് അറസ്റ്റഡ് ട്വൈസ്. ഇത് ക്ലാസ് റൂം പ്രോഗ്രാമിലെ സ്ലൈഡാണ്. അപ്പോൾ അത് ശരിയാണല്ലോ. രണ്ടാമത് സ്റ്റേറ്റ്മെൻറ്റ്, 1924 വെള്ളപ്പൊക്കത്തിൻ്റെ സമയം. ഇതിന് വർഷം അത് തന്നെയാണ്, വെള്ളപ്പൊക്കത്തിൻ്റെ സമയമല്ലേ. ആ സമയത്തും വൈക്കം സത്യാഗ്രഹം നടന്നിരുന്നു. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് പല വിദ്യാർത്ഥികളും പേടിയോടുകൂടി കണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാവില്ല. ബിക്കോസ് നിയമസഭയിൽ 1925 ഫെബ്രുവരി 7 വോട്ട് ചെയ്ത് 22 പേരെ പിന്തുണച്ച് 21 പേരെ നിരസിച്ചു. കൃത്യമായിട്ടും ടെസ്റ്റ് സീരീസിനകത്ത് 8ാമത്തെ ടെസ്റ്റിനകത്ത് ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. ടെസ്റ്റ് 8 ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുകയാണ്. ഇത്രയും ഡെപ്തിൽ പോയാൽ മതി. കാര്യം നമ്മൾ എല്ലാവരും പഠിക്കുന്നതിനേക്കാൾ 1-2 ഫാക്റ്റുകൾ മാത്രം എക്സ്ട്രാ പഠിക്കുകയാണെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ മൈലേജ് കിട്ടും.
അപ്പോൾ അത് വെച്ച് പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസിന് ഈ ചോദ്യം ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ അല്ല. ബിക്കോസ് ഇതിൽ കൂടുതൽ ഡയറക്റ്റ് ആയിട്ടൊരു ചോദ്യം ഞങ്ങൾക്കും പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ന്യൂമറൽസ് അതുപോലെ വന്നു, അതുപോലെ തന്നെ എക്സാമിന് വന്നിട്ടുണ്ട്. സോ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഡിഗ്രി ലെവൽ എക്സാംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. 14ാമത്തെ ചോദ്യം എടുക്കാം. പൂർണ്ണ സ്വരാജിന് വേണ്ടി ഗാന്ധിജി അഹിംസാത്മക സമരം പ്രഖ്യാപിച്ച കറക്റ്റാണ്. ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ച് ഗുജറാത്തിൻ്റെ ഹൃദയഭൂമിയിൽ കൂടിയാണ് കടന്നത്, അതും കറക്റ്റാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ നെഹ്റു പറഞ്ഞതല്ല, പകരം ഇർവിൻ ഗാന്ധിജിയോട് പറഞ്ഞതാണ്. ഈ ചോദ്യം കണ്ടപ്പോൾ എനിക്കും ഒരു വിഷമം തോന്നി. ബിക്കോസ് ഞാൻ ക്ലാസ്സിൽ മെൻഷൻ ചെയ്യാൻ വേണ്ടെന്ന് വെച്ചൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ബിക്കോസ് നമ്മൾ ക്ലാസ് അത്രത്തോളം ഡീപ്പായിട്ടാണ് എടുക്കുന്നത്. അത്രയും ഡെപ്തിലേക്ക് മുമ്പ് ഇത്രയും ഡെപ്തിലേക്ക് വരില്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിത് ക്ലാസ്സിൽ മെൻഷൻ ചെയ്തത്. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷേ ബാക്കിയുള്ള ചോദ്യം നമുക്ക് കട്ട് ഓഫ് ഒരു അടിപൊളി മാർജിനിൽ, എക്സ്ട്രീംലി വലിയൊരു മാർജിനിൽ തന്നെ കവർ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മുടെ ക്ലാസ് റൂം പ്രോഗ്രാംസിന് സ്റ്റുഡൻസ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ സൈഡിൽ എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടായിരിക്കും. അത് എപ്പോഴും അങ്ങനെയാണ്, ഒരു മനുഷ്യൻ പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ എനിക്കും തോന്നി അടുത്ത ക്ലാസ്സിലെങ്കിലും ഇത് ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആ സോഴ്സിൽ ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യത, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു എന്നുള്ള ചിന്ത എനിക്കും വരുന്നുണ്ട്. അപ്പോൾ ഓരോ എക്സാംസ് കഴിയുമ്പോഴും ഞങ്ങൾ അധ്യാപകരും കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ് റൂംസ് പ്രോഗ്രാംസിലും ഇതിൻ്റെയൊക്കെ ഫാക്റ്റുകളും സോഴ്സ് വെച്ചുള്ള പഠിത്തം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത്, കാര്യം ഇതിൻ്റെ ഫസ്റ്റ് 2 സ്റ്റേറ്റ്മെൻറ്റും ഞങ്ങളുടെ ടെസ്റ്റ് 9 ക്വസ്റ്റ്യൻ നമ്പർ 9 അത് കവർ ചെയ്തിട്ടുള്ളതാണ്. കണ്ടില്ലേ, ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കവർ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രയും ഡെപ്തിലേക്ക് പോകണ്ട എന്നുള്ള ചിന്തയിൽ ഞാൻ ഉപേക്ഷിച്ചിരുന്നു. അതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ട്. പക്ഷേ എപ്പോഴും നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ അല്ലേ. ക്ലാസ് റൂം പ്രോഗ്രാംസിൽ ഇതിൻ്റെ കാര്യത്തിൻ്റെ ഒക്കെ വളരെ വിശാലമായിട്ടുള്ള നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ക്ലാസ് റൂം ഞങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് മാത്രമല്ല, ഓൺലൈൻ ക്ലാസ്സസിൻ്റെ നോട്ട്സാണിത്. 15ാമത്തെ ചോദ്യം എടുക്കാം. ഇത് കുറച്ച് അനലിറ്റിക്കൽ ചോദ്യമാണ്. നമുക്ക് കൃത്യമായിട്ടും ഒരു പർട്ടിക്കുലർ സ്ഥലത്തുനിന്ന് വരുമെന്നോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സോഴ്സ് എന്നോ അങ്ങനെ പറയാൻ പറ്റുന്നൊരു കാര്യമല്ല, പകരം അനലിറ്റിക്കലാണ്. ഇതിൻ്റെ ചോദ്യം ഒരു പക്ഷേ മാറിയേക്കാം. ഞാൻ എപ്പോഴേ പറയുന്നത്, കാര്യം ഇതൊരു ഫിലോസഫിക്കൽ ചോദ്യമാണ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഇന്ത്യയിലെ മതനയം അല്ലെങ്കിൽ കൾച്ചറിനെയും കാസ്റ്റിനെയും അവർ നോക്കിക്കണ്ട രീതിയിൽ പല വ്യത്യാസങ്ങളുണ്ട്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന സദ്യ നിരോധിച്ച വർഷമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ അതും സോഷ്യോളജിക്കലി കറക്റ്റാണ്. വിവാഹപ്രായം എപ്പോഴും പെണ്ണുങ്ങളെ നേരത്തെ കെട്ടിച്ചിടുന്ന ആരാ? ഒന്നാമത്തെ കാര്യം വിവരമില്ലാത്ത ആൾക്കാരാണ്. എന്തുകൊണ്ടാണ്? കാര്യം അവരെ ഒരു ബാധ്യതയായിട്ട് കാണുന്നു. പ്രായപൂർത്തിയാവുന്നതിന് ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ വലിയ സീരിയസ് ഇഷ്യൂ ആണത്. പ്രായപൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ പെമ്പിളരെ കെട്ടിച്ചയക്കുന്ന ഒരു ഇഷ്യൂ. പക്ഷേ കേരളത്തിൽ റിലേറ്റ് ചെയ്ത് കുറവാണ്. ഇത് മാറാനുള്ള റീസൺ എന്താ? വിദ്യാഭ്യാസം കൂടുന്നു. അതുപോലെ തന്നെ കൂട്ടുകുടുംബ വ്യവസ്ഥ പണ്ട് കാലത്ത് അറിയാം, തറവാടുകളിലൊക്കെ വളരെ നേരത്തെ തന്നെ കുട്ടികളെ കെട്ടിച്ചിടും. പക്ഷേ കൂട്ടുകുടുംബ വ്യവസ്ഥ തകർന്നതോടുകൂടി അത് മാറി. സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദം. അപ്പം ഇത്തരം കാര്യങ്ങൾ, കെട്ടിച്ചേക്കാൻ പൈസയില്ല, ഇതൊക്കെയാണ് വിവാഹപ്രായം വർദ്ധിക്കുന്നതിനൊരു കാരണം. ഇത് നമുക്ക് ലോജിക്കലി അനലൈസ് ചെയ്യാവുന്നേ ഉള്ളൂ. 3rd സ്റ്റേറ്റ്മെൻറ്റ് പ്രശ്നമാണ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ജാതിയുടെയും കുടുംബത്തിൻ്റെയും കാര്യത്തിൽ ഇടപെടാത്ത നയമാണ് പിന്തുടർന്നതെന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇത് 1813 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറീസിനെ കൊണ്ടുവരുന്നുണ്ട്. ഇത് 1829 സതി നിരോധിക്കുന്നുണ്ട്. ഇതൊക്കെ മതത്തിൻ്റെയും ജാതിയുടെയും കാര്യത്തിൽ ബ്രിട്ടീഷുകാർ നടത്തിയ ഇടപെടലുകളാണ്. അതുപോലെ തന്നെ 3rd സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പക്ഷേ ചില ഹിസ്റ്റോറിയൻസ് പറയുന്നൊരു കാര്യമുണ്ട്. 1857 വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെൻറ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാതെ വിട്ടുനിന്നു എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഏത് ഹിസ്റ്റോറിയൻ ഒബ്സർവേഷനാണ് ബ്രിട്ടീഷ് PSC എടുത്തിട്ടുള്ളത് നമുക്കിപ്പോഴും അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നുകിൽ A വരാം, അല്ലെങ്കിൽ D വരാം. ഓക്കെ, D വരാനാണ് സാധ്യത കൂടുതൽ. പക്ഷേ PSCയുടെ കാര്യമാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. രണ്ടും ശരി ഉത്തരങ്ങൾ തന്നെയാണ്. അതായത് ഹിസ്റ്ററിയുടെ വിവിധ സ്കൂളുകൾ വെച്ച് നോക്കുമ്പോൾ രണ്ടും ശരിയായിട്ടുള്ള ഉത്തരം തന്നെയാണ്. ഈ ഒരു ചോദ്യം നോക്കൂ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്ക് ആർക്കാണ് ഭാരതരത്ന ലഭിച്ചത്? നമുക്കറിയാം, അബ്ദുൽ കലാം സാറിന് മാത്രമാണ് ഭാരതരത്നം കിട്ടിയിട്ടുള്ളത്. സാരാഭായിക്കോ ഹോമി ജഹാംഗീർ ഭാബിക്കോ ഭാരതരത്നം കിട്ടിയിട്ടില്ല. അത് വലിയൊരു ന്യൂനതയായിട്ട് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയ മഹാരഥന്മാർക്ക് എന്തുകൊണ്ട് ഭാരതരത്നം കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പത്രങ്ങൾ റിപ്പോർട്ടുണ്ട്. സോ ഈ ചോദ്യത്തിന് ഉത്തരം തന്നെ D ആണ് അല്ലേ, D ആണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് കറണ്ട് അഫെയർ ടെസ്റ്റിനകത്തും ക്ലാസ് റൂം പ്രോഗ്രാംസിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റേജ് 2 മോഡലിൽ ഇവിടെ ചോദ്യം വന്നിരുന്നു. L1 ആദിത്യ L1 എത്ര കിലോമീറ്റർ ദൂരം? ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പല പ്രാവശ്യം പറഞ്ഞാണ്. അസോസിയേറ്റഡ് ഫാക്ടറിലും കൊടുത്തതാണ്. നമ്മുടെ യൂട്യൂബ് വീഡിയോയും നോട്ട്സും കണ്ടിരുന്നെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടിയനെ. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റ്, ബാക്കി രണ്ടും തെറ്റാണ്. ഇത് നമ്മൾ വളരെ പ്രിസൈസായിട്ട് ആദിത്യ L1 മിഷൻ നമ്മുടെ ക്ലാസ് നോട്ട്സിൽ കൊടുത്തിട്ടുള്ള അതിൻ്റെ പേ ലോഡ്സ് എന്തൊക്കെയാണ്,
അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ഇവിടെ വളരെ വിശാലമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള പരീക്ഷകൾ ഇവിടുന്ന് ചോദ്യങ്ങൾ വരും. ദയവായി ഈ PDF മാക്സിമം നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ധാരാളം ചോദ്യങ്ങൾ ഇവിടെ നിന്ന് വരും. മറ്റൊരു ചോദ്യമാണ് ഹൈഡ്രജൻ, ഗ്രീൻ ഹൈഡ്രജൻ, ദേശീയ ഹൈഡ്രജൻ ദൗത്യത്തെ പറ്റിയുള്ള പ്രസ്താവനകൾ. ഈ ചോദ്യം വന്ന് ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കണം. 2023 സിവിൽ സർവീസ് പ്രിലിംസിനകത്ത് ഗ്രീൻ ഹൈഡ്രജനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. അത് കത്തി നിൽക്കുന്നൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതറിയാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് തൊട്ടടുത്ത വർഷത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് ചോദ്യം വന്നു. ഗ്രീൻ ഹൈഡ്രജൻ ഇതിനെപ്പറ്റി പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ഞങ്ങളുടെ റിസർച്ച് ടീമിൻ്റെ ഒരു ബെനിഫിറ്റ് അതാണ്. അവർ PSCയുടെയും UPSCയുടെയും മറ്റ് സംസ്ഥാനങ്ങളിലെ ചോദ്യപേപ്പറിൻ്റെ വരെ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് ചോദ്യങ്ങൾ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യം ഞങ്ങൾ ക്ലാസ് റൂം പ്രോഗ്രാംസിൽ ഉൾപ്പെടുത്തിയത്. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ്റെ വളരെ വിശാലമായിട്ടുള്ള നോട്ട്സാണ് കൊടുത്തത്. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെ, ടെക്നിക്കൽ സൈഡ് എന്തൊക്കെ, ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വിശാലമായിട്ട് തന്നെ ടീച്ചർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ചോദ്യം നോക്കാം. അപ്പം ഇതിനകത്ത് ഒന്നാമത്തെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റാണ് ശരി, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ B ആണ്. ഇതിൻ്റെ വിശാലമായ ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിനകത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ വളരെ വിശാലമായിട്ടുള്ള നോട്ട്സാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദയവായി ഇത് യൂസ് ചെയ്യാം. 19ാമത്തെ ചോദ്യം വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്ന് സ്റ്റുഡൻസ് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ ടെസ്റ്റ് സീരീസിനകത്തും ക്ലാസ് റൂമിനകത്തും ഒക്കെ കവർ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്ന ചോദ്യം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പരിസ്ഥിതി സംരക്ഷണ നിയമം, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് അതാണ്ടേ 1986 ക്ലാസ് റൂം നോട്ട്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് പഠിച്ചിട്ട് പോയ പിള്ളേർക്ക് ഇതൊക്കെ ഈസിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? 1980 ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, FRA എന്ന് പറയാം, FCA ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ഉണ്ട്, FRA, അത് തിരിഞ്ഞു പോകില്ല. അത് എൻറ്റയർലി ഡിഫറെൻറ്റ് ആയിട്ടുള്ളൊരു ആക്ടാണ്. അതും ഇതോടൊരു ബന്ധത്തിൽ അത് തിരിഞ്ഞു പോകില്ല. ഓക്കെ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. 2010 ഇത് വന്നതെന്ന് ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. 2020 ഇവിടെ കൊടുത്തില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ചാൽ ഓപ്ഷൻ A ആണ്. അപ്പം ഡിഗ്രി ലെവൽ എക്സാംസ് ഇത്രയേ ഉള്ളൂ. നമുക്ക് കൃത്യമായിട്ടുള്ള സോഴ്സുകളുണ്ട്. ഇതൊക്കെ ഗവൺമെൻറ് വെബ്സൈറ്റ്സിൽ നിന്നുള്ള ചോദ്യമാണ്. വലിയ റിസർച്ച് ചെയ്തിരിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഗവൺമെൻറ് വെബ്സൈറ്റ്സ് പഠിക്കുക. ഒരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം നമ്മുടെ ബാച്ചിലേക്ക് വന്നാൽ മതി. അവിടെ ആകുമ്പോൾ ഞങ്ങൾ നോട്ട്സും മെൻറ്റേഴ്സും ടീച്ചേഴ്സും എല്ലാം നിങ്ങൾ ഫുൾ ടൈം ഹെൽപ്പ് ചെയ്യേണ്ട അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, മറ്റൊരു ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി? ഇവിടെ നിങ്ങൾക്ക് കാര്യം നോക്കി അറിയാം. വളരെ ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് 1 ഉം 2 കൊടുത്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് എല്ലാം പഠിച്ചിട്ട് ആർക്കും ജയിക്കാൻ ഒക്കത്തില്ല, റാങ്ക് വാങ്ങിക്കാൻ ഒക്കത്തില്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് 3 ഞങ്ങൾ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഡിസംബർ മാസത്തിൽ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടുത്തെ ഹൈലൈറ്റ് PSC അതിലും ഡെപ്തിൽ പോയി. ഞങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 48 ഇത് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു ചോദിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം. ഇവർ ഡിസംബർ 3 എന്ന് കൊടുത്തിട്ടുണ്ട് വളരെ പ്രിസൈസ് ആയിട്ട്. പക്ഷേ ഡിസംബർ 13 ഇവിടെ വരേണ്ടത്. കാര്യം നമുക്ക് എല്ലാ ചോദ്യങ്ങളൊന്നും ആർക്കും കറക്റ്റാക്കാൻ ഒക്കത്തില്ല. ഞങ്ങളും അതിൻ്റെ വക്ക് വരെ എത്തി, പ്രഡിക്ഷൻ്റെ വക്ക് വരെ എത്തി. അപ്പോൾ ഇത് ഞങ്ങൾക്കൊരു ലേണിംഗ് ആണ്. ഇനി ചെയ്യുമ്പം ഡിസംബർ അല്ലെങ്കിൽ ഡേറ്റും കൂടെ കൊടുക്കണം, ഫുൾ ഡേറ്റ് കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയുള്ള കാര്യം ഇപ്പം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അപ്പോൾ ഇത് 13 3 അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റാണ്. അപ്പോൾ ഇത് രണ്ടും പോയി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓപ്ഷൻ C ആണ് ഇതിന് ഉത്തരവായിട്ട് വരിക. ഓപ്ഷൻ C. 21ാമത്തെ ചോദ്യവും ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്. കമ്പ്യൂട്ടറിൻ്റെ ബൂട്ടപ്പ് പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ബൂട്ടപ്പ് പ്രോഗ്രാം ക്ലാസ് നോട്ടാണിത്. റീഡ് ഒൺലി മെമ്മറിയാണ് ഇതിൻ്റെ ആൻസർ. റോമാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. റോം ഒരു ഹൈ ലെവൽ ഭാഷാ പ്രോഗ്രാമിനെ മെഷീൻ ഭാഷയിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ഇൻ്റർപ്രറ്ററാണ് അല്ലേ. ഞങ്ങൾ ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്രീ ടെസ്റ്റിനാണ് 42ാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. ഇൻ്റർപ്രറ്ററും കമ്പൈലറിൻ്റെ ഒക്കെ ഡെഫിനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയുള്ള ചോദ്യങ്ങൾ കറണ്ട് അഫയേഴ്സ് ബേസ്ഡ് ആണ്. നാഷണൽ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൻ്റെ നമ്പർ എത്ര? 1930. ഐക്യാനിൻ്റെ ഫുൾ ഫോം എന്താ? ഇതിന് ആൻസർ D ആണ്. ജനപ്രിയ ഓൺലൈൻ ചാറ്റ് പ്ലാറ്റ്ഫോമായ ഒമേഗലിൻ്റെ പ്രവർത്തനം അവസാനിച്ചു. അതിൻ്റെ സ്ഥാപകനായിരുന്നു ലീഫ് കെ ബ്രൂക്സ് ആണ്. 26ാമത്തെ ചോദ്യം വളരെ രസകരമാണ്. ബിക്കോസ് ഞങ്ങൾ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യം, ഔറംഗസീബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തിന് വലിയ പണം മുടക്കി ബിൽഡിങ്സ് പണിയാനോ അല്ലെങ്കിൽ ഈ എക്സ്ട്രാ വേഗൻസ് ലക്ഷറിയസ് ലൈഫ് സ്റ്റൈൽ അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് എന്താ? സിന്താപിയർ, ലിവിങ് സെയിൻറ്റ്, ജീവിക്കുന്ന സന്യാസി എന്നാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാര്യമായിട്ട് ബിൽഡിങ്സ് ഒന്നും പണിയാൻ പോയിട്ടില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റാണ്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഉത്തരം Bയിലേക്ക് എത്താൻ പറ്റും. ഞങ്ങളുടെ സ്മാർട്ട് ക്ലാസ്സസിൻ്റെ പ്രത്യേകത അതാണ്.
സെലക്റ്റീവായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് മാത്രമേ നിങ്ങൾക്ക് തരത്തുള്ളൂ. ചവറ് പോലെ എല്ലാം കൂടെ പഠിക്കാൻ നമുക്ക് ഒക്കത്തില്ല. അത്രയും വലിയ കണ്ടന്റ്, ഒരു 10,000-2,500 പേജ് വരും പി എസ് സിയുടെ ഫുൾ സിലബസ് എന്ന് പറയുമ്പോൾ. അത്രയും പഠിക്കാൻ ഒക്കത്തില്ല. പക്ഷെ പഠിക്കേണ്ട കാര്യങ്ങൾ, ഹോട്ട് ടോപ്പിക്സ് ഹാൻഡ് പിക്ക് ചെയ്ത് സ്മാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഡേറ്റ വെച്ച് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പം നമ്മുടെ ഫിലോസഫി എന്താണ്? ആഴത്തിൽ പഠിക്കുക, അതിൻ്റെ കൂടെ കറക്കി കുത്താനും പഠിക്കുക. ആഴത്തിൽ പഠിക്കുന്ന മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും. എങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ലെവലിൽ മാത്രം. കുറേ ഒരു ഡിക്ഷണറി ഫുള്ള് തന്നിട്ട് വൊക്കാബുലറിയുടെ ചോദ്യങ്ങൾ മൊത്തം അതിൽ നിന്ന് വന്നു എന്ന് പറയുന്നതിൽ ലോജിക്കില്ലല്ലോ. അതുകൊണ്ട് റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് നിങ്ങൾക്ക് തരും. അതിൻ്റെ കൂടെ തന്നെ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ ട്രെയിനിങ്, കറക്കി കുത്താനുള്ള ട്രെയിനിങ് തരും. ഇത് അത്തരത്തിൽ കറക്കി കുത്താൻ പറ്റിയൊരു ചോദ്യമാണ്. ഔറംഗസീബിനെ പറ്റി പഠിപ്പിക്കുന്നുള്ള പറയുന്നൊരു കാര്യമാണ്. അദ്ദേഹം നിർമ്മിച്ച വലിയ വലിയ ബിൽഡിങ്സ് ഒന്നും ഇല്ല എന്നുള്ള പറയുന്നൊരു കാര്യമാണ്. 27ാമത്തെ ചോദ്യം. ഇതൊക്കെ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ബിക്കോസ് വേൾഡ് ഹിസ്റ്ററി അത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. കാര്യം നോട്ട്സ് വളരെ കുറവാണ്, എൻ്റെ റിസർച്ച് ബുക്സ് കുറവാണ്. ബ്രിട്ടാനിക് എൻസൈക്ലോപീഡിയയും ഒക്കെ വിക്കിപീഡിയ നോക്കുന്നത് മൊത്തം തെറ്റാണ്. ബാക്കിയുള്ള ഓത്തൻറ്റിക് സോഴ്സ് ഒക്കെ നോക്കി വളരെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ചൊരു ടോപ്പിക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയെന്നത് വളരെ സന്തോഷമുണ്ട്. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞൊരു കഥയുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് കൊല്ലപ്പെടുന്ന ശാസ്ത്രജ്ഞനായ ലാവോസിയർ. ഈ ലാവോസിയറിനെ എന്തിനാണ് കൊല്ലുന്നത്? ലാവോസിയർ ആക്ച്വലി ഒരു ടാക്സ് കളക്ടിങ് ഫാമിലെ മെമ്പറായിരുന്നു. ബിക്കോസ് ഫ്രാൻസിൽ ടാക്സ് രാജാവ് ഭരിക്കും, ചർച്ച് പിരിക്കും, നോബിൾസ് പ്രഭുക്കന്മാർ പിരിക്കും, പിന്നെ ചില പ്രൈവറ്റ് എൻറ്റിറ്റീസും പിരിക്കും. അത്തരത്തിൽ ടാക്സ് കളക്ട് ചെയ്യുന്ന ഒരു ഫാമുണ്ട്, ടാക്സ് കളക്ടിങ് ഫാം, ഒരു കമ്പനി പോലുള്ള സാധനമാണ്. അതിലെ അംഗമായിരുന്നു ലാവോസിയർ. അതുകൊണ്ടാണ് ജേക്കോബിയൻസ് ഗില്ലറ്റിൻ ചെയ്ത് അദ്ദേഹത്തെ കൊല്ലുന്നത്. ഒരു അബദ്ധം പറ്റി കൊല്ലുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആ കഥയിൽ കൂടെ വേണം നമ്മൾ പഠിക്കാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രാൻസിൽ സ്വകാര്യ വ്യക്തികളോ കമ്പനികളോ ആയിരുന്നു പല ടാക്സുകളും പിരിച്ചിരുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റോ, റോം കത്തോലിക്ക സഭയിലെ വൈദികരാണ് ഈ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുണ്ടായിരുന്നത്. ക്ലാസ്സിൽ വളരെ പ്രിസൈസായിട്ട് ഞാനത് പറയുന്നുണ്ട്. റോം കത്തോലിക് ചർച്ച് ഇവർക്കാണ് ഒരു ടാക്സും കൊടുക്കുകയും വേണ്ട, അതിന് ഏറ്റവും കൂടുതൽ വരുമാനം ഇവർക്കാണ്. രാജാക്കന്മാർ പോലും ഇവർക്ക് താഴെയുള്ളൂ. പള്ളിക്കാരുടെ താഴെ രാജാക്കന്മാർ പോലും. അത് ഇന്ത്യൻ സിസ്റ്റം അങ്ങനെ ആയിരുന്നല്ലോ. ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ്, ആ സെയിം സോഷ്യോളജിക്കൽ പിരമിഡ് തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു മോശപ്പെട്ട റിഗ്രസീവ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് അവിടെ ഉണ്ടായെന്നുള്ളവരെ അറിഞ്ഞിരിക്കുക. ക്ലാസ്സിൽ അത് വളരെ പ്രിസൈസായിട്ട് ഞങ്ങളത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് 2 റീഡിംഗ് ഉണ്ട്. അതായത് ഫ്രഞ്ച് വിപ്ലവത്തിനകത്ത് ഇൻ്റലക്ച്വൽ ക്ലോസ് ഞങ്ങൾ ക്ലാസ് എടുത്തിട്ടുള്ള, അതായത് ബുദ്ധിജീവികൾ, ഇൻ്റലക്ച്വൽസ് ഫ്രഞ്ച് വിപ്ലവത്തിന് തീപ്പൊരിയായി വർത്തിച്ചിരുന്നു എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. മോണ്ടസ്ക്യൂവും വോൾട്ടേറും റൂസോയും ഒക്കെ അവിടെ വരുന്നുണ്ട്. ഫിലോസഫേഴ്സിൻ്റെ റോള് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആൻസർ ഡി ആണ് വരേണ്ടത്. പക്ഷെ മറ്റ് ചില സോഷ്യോളജിക്കൽ ഫൈൻഡിങ്സിനകത്ത് ഇത് ശരിയാണെന്ന് പറയുന്നുണ്ട് തേർഡ് സ്റ്റേറ്റ്മെൻറ്റ്. PSC ഏത് ഫിലോസഫറിൻ്റെ കൂടെ നിൽക്കുന്നത് നമുക്കിപ്പോഴും അറിയത്തില്ല. ഇപ്പോൾ ഇതിന് ആൻസർ ഒന്നുകിൽ സി വരാം അല്ലെങ്കിൽ ഡി വരാം. വളരെ പ്ലെയിനായിട്ട് ആലോചിക്കുവാണെങ്കിൽ ഡി ആണ് വരേണ്ടത്. പക്ഷേ ഒന്ന് വളഞ്ഞുകുത്തി ആലോചിക്കുമ്പോൾ പല സോഷ്യോളജിസ്റ്റുകളും തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. അതിന് ആൻസർ സിയും വരാം. പക്ഷേ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കട്ട് ഓഫ് വളരെ നല്ലൊരു മാർജിനിൽ ക്ലിയർ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ക്രാക്ക് ചെയ്യാനും ഇതുകൊണ്ട് പറ്റും. അത് മതി. 100 ചോദ്യങ്ങളും കറക്റ്റായിട്ട് ഉത്തരം കണ്ടെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ലെവലിലുള്ള അവയർനെസ്, നോളജ് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെങ്കിലും ബെനിഫിഷ്യലാണ്. ഉദാഹരണം 28ാമത്തെ ചോദ്യം അത്തരത്തിലുള്ള ചോദ്യമാണ് കേട്ടോ. ഇതിനകത്ത് ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ കൺഫ്യൂസിങ് ആണ്. ഇതിനെപ്പറ്റിയുള്ള ലിറ്ററേച്ചർ നമുക്ക് വളരെ കുറവാണ്. ഇതിൻ്റെ സോഴ്സ് തപ്പി കഷ്ടപ്പെട്ട് നിങ്ങൾ പോകണ്ട. കാര്യം ഈ സോഴ്സിൽ നിന്ന് ഇനി ചോദ്യങ്ങളുള്ള സാധ്യത കുറവാണ്. ഞാൻ സ്റ്റഡി ചെയ്തിട്ട് ഇതിൻ്റെ അസോസിയേറ്റഡ് ഫാക്ടിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാവാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ എൻ്റെ ആൻസർ എ ആണ് വരേണ്ടത്. പക്ഷേ കാര്യം ടെഹ്റാൻ സമ്മേളനം ഇത് അറ്റ്ലാന്റിക് ചാർട്ടറിനെ പറ്റിയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ആൻസർ PSC റിലീസ് ചെയ്യുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ക്യാൻസൽ ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ്. നമ്മൾ ഇത്തരത്തിലുള്ള കൺഫ്യൂസിങ് ചോദ്യങ്ങളൊക്കെ PSC പലപ്പോഴും ക്യാൻസൽ ചെയ്യാറുണ്ട്. എന്തായാലും നമുക്ക് അവരുടെ ഫൈനൽ ആൻസർക്ക് വരുന്ന വെയിറ്റ് ചെയ്യാം. 29ാമത്തെ ചോദ്യം പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ ചോദ്യം അല്ലേ. ഇതൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടുള്ള ചോദ്യം എന്നാണ് ആൾക്കാർ പറഞ്ഞത്. പക്ഷേ ഇതൊക്കെ ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. ഉദാഹരണത്തിന് ഇത് കണ്ടോ, മൈക്രോ പ്ലാസ്റ്റിക് 5 മില്ലിമീറ്ററുള്ള വ്യാസമുള്ള ചെറിയ പ്ലാസ്റ്റിക് കണക്കണമെന്ന് പറയുന്നുണ്ട്. ടെസ്റ്റ് സീരീസ് 5ാമത്തെ ടെസ്റ്റിനകത്തെ 49ാമത്തെ ചോദ്യത്തിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. 5 മില്ലിമീറ്റർ ഡയമീറ്ററാണ് മൈക്രോ പ്ലാസ്റ്റിക് ഉള്ളതെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണല്ലോ. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. ആദ്യത്തെ ഫസ്റ്റും തേർഡും സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിന് ആൻസർ ഡി എന്നൊരു ആൻസറിലേക്ക് എത്താൻ സാധിക്കും. 30ാമത്തെ ചോദ്യം ഞങ്ങൾ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളതാണ്.
വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ പരിശോധിക്കുക. 3 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണല്ലേ? ശ്രീ ഹീരാലാൽ സമാരിയ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ബാക്കിയുള്ള ഈ വിവരാവകാശത്തിൻ്റെ ഡേറ്റ്സ് സ്ഥിരം PSC ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരം C ആണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമായിരുന്നു അതിൻ്റെ. 31 നമുക്ക് എടുക്കാം. സർവീസ് ഡെലിവറി മേഖലയിൽ പ്രതീക്ഷിക്കുന്ന മാനദണ്ഡങ്ങൾ വ്യക്തമായി ക്രോഡീകരിക്കുന്ന എന്താണ് ആ ഒരു കോൺസെപ്റ്റ് എന്നാണ്. സിറ്റിസൺ ചാർട്ടറാണ്. സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷയിൽ GS പേപ്പർ 4 അത് എടുത്ത് പറയുന്നൊരു കോൺസെപ്റ്റാണ് സിറ്റിസൺ ചാർട്ടർ. സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ സിറ്റിസൺ ചാർട്ടർ ഇഷ്യൂ ചെയ്യുന്നത്. പല പഞ്ചായത്തുകളിലും ഇപ്പോൾ ഇതുണ്ട്. ഇൻകം ടാക്സ് സിറ്റിസൺ ചാർട്ടറുണ്ട്. ഇത് ഒരു പുതിയൊരു മേഖലയാണ്. PSC ഇൻഡിവിജ്വൽ ചോദ്യങ്ങൾ ചോദിക്കും. UPSC സിലബസാണ്. വളരെ ഈസിയാണ്. വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. വളരെ ഈസി ആയിട്ടുള്ള തിയറിയാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അതൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരാം. NSSO സ്ഥിരം പത്രത്തിൽ വരുന്നതാണല്ലേ. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ. ഓപ്ഷൻ A ആണ് 32ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് വരുന്നത്. 33ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം A ആണ്. 34 B ആണ്. അതാണ് നമ്മൾ കറക്കി കുത്താൻ പഠിക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ്. NREGA സോഫ്റ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? NREGയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഓക്കെ, ഇത് ഈ ഗവർണൻസ് എന്നുള്ള ചോദ്യമാണ്. വളരെ ലളിതമായിട്ടുള്ള ചോദ്യമാണ് അല്ലേ. 35ൻ്റെ ആൻസർ D ആണ്. 36ൻ്റെ ആൻസർ C ആണ്. 37 ഞങ്ങൾ ഈ 4ാമത്തെ ടെസ്റ്റിലെ 39ാമത്തെ ചോദ്യം ഇതായിരുന്നു. ഡയറക്റ്റായിട്ട് അത് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ. യുനെസ്കോയുടെ പൈതൃകപ്പട്ടികയിൽ ഉൾപ്പെട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏവയാണ്? കൂടിയാട്ടവും മുടിയേറ്റുമാണ്. അത് തന്നെയാണ് ഇവിടെയും ചോദിച്ചിട്ടുള്ളത്. കണ്ടോ, കൂടിയാട്ടം ആൻഡ് മുടിയേറ്റ് ഡയറക്റ്റ്ലി വന്നൊരു ചോദ്യമാണ്. ഞങ്ങളുടെ 31ാമത്തെ ചോദ്യമായിരുന്നു, പക്ഷേ ഇവിടെ 37ാമത്തെ ചോദ്യമാണ്. 38 ഇതിൻ്റെ ആൻസർ A ആണ്. പക്ഷേ ബാക്കിയുള്ള സ്പോർട്സ് ചോദ്യങ്ങളെല്ലാം ക്ലീഷേ ക്വസ്റ്റ്യൻസ് ആണ്. എല്ലാവർക്കും സ്പോർട്സിൻ്റെ ലിറ്ററേച്ചർ ചോദ്യങ്ങൾ കിട്ടേണ്ടതാണ്. സോ ഇതൊന്നും ക്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. കാര്യം സ്ഥിരം PSC ചോദ്യങ്ങളാണ്. നിങ്ങൾ പഠിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം. 38ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ A ആണ്. 39 B ആണ്. 40 C ആണ്. 41 കുറച്ച് അടിപൊളി ചോദ്യമായിരുന്നു. പക്ഷേ ഇതൊക്കെ എക്സ്റ്റെൻസീവ്ലി റിവിഷനും കൊടുത്ത് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ചോദിക്കുക. അന്തരീക്ഷത്തിലെ പാളികളിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. കഴിഞ്ഞ CPO പരീക്ഷയിൽ വന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഇതിന് ആൻസർ B ആണ്. സ്ട്രാറ്റോസ്ഫിയർ, എക്സോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ. ഈ 3 ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിലെ ഓരോ പാളികളെയും പറ്റി വളരെ വിശാലമായിട്ടുള്ള ക്ലാസ് നോട്ട്സ് ഞങ്ങൾ കൊടുത്തത്. ഇത് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ. നിങ്ങൾക്ക് നോക്കിയാൽ വളരെ കുറേ പോയിൻറ്റ്സ്, അതായത് ഒരു ബുക്ക് നിറയുള്ള പോയിൻറ്റ്സ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു 4-5 പോയിൻറ്റ്സ് മാത്രം പഠിച്ചാൽ മതി നമുക്ക് ഉത്തരത്തിലേക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കും. പക്ഷേ 5 പോയിൻറ്റ്സ് നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. 42ാമത്തെ ചോദ്യം സ്ഥിരം ചോദ്യമാണ്. എഗെയിൻ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചതാണ്. ഇന്ത്യയിലെ ദേശീയ ജലപാത 3 എവിടെയൊക്കെ വ്യാപിച്ചു കിടക്കുന്നു? കൊല്ലം, കോട്ടപ്പുറം. എൻ്റെ ഒരു റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലാസ്സിലും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ആദ്യത്തെ 6 ജലപാതകൾ പഠിക്കണം. നാഷണൽ വാട്ടർവേ 1, 2, 3, 4 and 5. ഓക്കെ, ഇത്രയും ദയവായി നിങ്ങൾ പഠിക്കുക. 5 ജലപാതകൾ പഠിച്ചിട്ട് പോവുക. ഞങ്ങൾ ക്ലാസ് റൂംസിൽ ഇത്രയും ജലപാതകൾ സ്റ്റുഡൻസിനെ കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും ഇവിടുന്ന് ചോദ്യങ്ങൾ വരാം അല്ലേ. 43ാമത്തെ ചോദ്യത്തിന് ഉത്തരം D ആണ്. ഒരു കറണ്ട് അഫെയർ ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം D ആണ്. 44ാമത്തെ ചോദ്യം എഗെയിൻ ജോഗ്രഫിയിലെ വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞൊരു ചോദ്യമാണ് അല്ലേ. ബാബർ, ഭംഗർ, ഖാദർ, ടെറായി ഇതൊക്കെ പല ആൾക്കാരും കേട്ടിട്ടുപോലും ഇല്ല. പക്ഷേ ഇതിന് ആൻസർ C ആണ്. ഇത് ഞങ്ങൾ ക്ലാസ്സിൽ മണിക്കൂറുകളെടുത്ത് തിയററ്റിക്കലായിട്ട് ഡയഗ്രാം വരച്ച് പഠിപ്പിച്ചതാണ്. കാരണം ഇത് NCERTയിലെ ഫിസിക്കൽ ജോഗ്രഫി, ഇന്ത്യയിലെ നോർത്തേൺ ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ ഫിസിക്കൽ ജോഗ്രഫി എന്നുള്ള ചോദ്യങ്ങൾ സ്ഥിരം UPSC വരാറുണ്ട്. അപ്പോൾ അതെന്തായാലും ഇനി PSCക്ക് വരുവേ. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഫോക്കസ് ചെയ്ത് വളരെ സാവധാനം ഫുൾ കോൺസെപ്റ്റ് സ്റ്റുഡൻസിന് മനസ്സിലാക്കി കൊടുത്തതാണ്. എന്താണ് ഭാഗർ, എന്താണ് ടെറായി, ഖാദർ എന്താണ്, ഭാങ്കർ എന്താണ്. ഈ ബാബറുണ്ട് ഭാങ്കറുണ്ട്, ഇത് തിരിഞ്ഞു പോലെ. ഇതിനെപ്പറ്റി വിശാലമായിട്ടുള്ള ക്ലാസ്സസ് വേണമെന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതൊക്കെ ക്ലാസ്സിൽ നമ്മുടെ സ്റ്റുഡൻസിന് എക്സ്റ്റെൻസീവ്ലി എന്താ പറയുക, ഇതൊക്കെ ഫിഗർ വെച്ച് തന്നെ പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ചുമ്മാ കാണാതെ പഠിക്കാൻ ഒക്കത്തില്ല. ഫിഗർ വെച്ച് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസിൻ്റെ ഫിഗർ വെച്ച് ഞങ്ങൾക്ക് പഠിക്കാം. കണ്ടോ, ഇത് മലകളാണ്, ബാബർ, ടെറായി ബെൽറ്റ്, അവസാനം ഡെൽറ്റയിൽ നിന്ന് എൻഡ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളാണ്. 45 സ്ഥിരം PSC ചോദ്യമാണ് അല്ലേ. സിംഹാലും കുരങ്ങൾ കാണപ്പെടുന്ന എവിടെയാണ്? സൈലൻറ്റ് വാലിയിലാണ്. ഓപ്ഷൻ C ആണ്. 46ൻ്റെ ആൻസർ B ആണ്. ഇത് ബാക്കിയുള്ള എല്ലാം സ്ഥിരം PSC ചോദ്യങ്ങളാണ്. 47 C ആണ്. 48 D ഫോർ ഡൽഹി ആണ്. 49 A ആണ്. 50 C ആണ്. സോ ഇതാണ് നമ്മുടെ GK ചോദ്യങ്ങളുടെ വന്നിട്ടുള്ളത്. നമുക്കിനി മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പോലുള്ള സബ്ജക്റ്റുകൾ നോക്കാം. 51ൻ്റെ ആൻസർ D ആണ്. 52 B ആണ്. 53 B ആണ്. 54 C. 55 B ആണ്. 56 A ആണ്. 57 B. 58 B. 58 A ആണ് കേട്ടോ, B അല്ല A ആണ്. 59 B ആണ്. 60 D ആണ്.
61 A ആണ്, 62 A ആണ്, 63 B ആണ്, 64 A ആണ്, 65 C, 66 C, 67 C, 68 A, 69 D, 70 B, 71 B ആണ്, 72 C ആണ്, 73 A ആണ്, 74 C, 75 D, 76 C, 77 A, 78 A, 79 B, 80 B, 81 A, 82 B, 83 A, 84 C, 85 A, 86 D, 87 C, 88 D, 89 C ആണ്, 90 D ആണ്, 91 A ആണ്, 92 C ആണ്, 93 B ആണ്, 94 C ആണ്, 95 B ആണ്, 96 C ആണ്, 97 B ആണ്, 98 D ആണ്, 99 D ആണ്, 100 B ആണ്. എനിക്ക് നിങ്ങളുടെ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, നിങ്ങൾ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ റെഡിയാണോ? നിങ്ങൾ ജസ്റ്റ് ഒരു മത്സരാർത്ഥി മാത്രമാണോ, അതോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടെ വിജയം നിശ്ചയിക്കുന്നത്. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് ഇതിലുള്ള കണ്ടൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, കൂടുതൽ നിങ്ങൾക്ക് കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ടെലിഗ്രാം ഫാമിലിയുടെ മെമ്പേഴ്സ് ആവാൻ നിങ്ങൾ മറക്കരുത്. അവിടെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള ഫ്രീ മെറ്റീരിയൽസും അഫോർഡബിൾ കോഴ്സസും ഒക്കെ കൂടുതൽ റൺ ചെയ്യുന്നത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് എ ഫാമിലി. അപ്പോൾ അങ്ങോട്ടേക്ക് വരിക. ഈ എക്സാം അടിപൊളിയായിട്ട് സ്കോർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് മെയിൻസ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങും. ഇപ്പോൾ ഞങ്ങളൊരു ലിമിറ്റഡ് ടൈം ഓഫർ കൊടുക്കുന്നുണ്ട്. സപ്പോസ് നിങ്ങൾ മെയിൻസ് എക്സാമിന് വേണ്ടി മെയിൻസിൻ്റെ കോഴ്സിലേക്ക് വരുന്നു, പക്ഷേ മെയിൻസ് എക്സാം പാസ്സാവാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡിഗ്രി ലെവൽ ലോങ് ടൈം ബാച്ചിലേക്കോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ബാച്ചിലേക്കോ ഒക്കെ വരാവുന്നതാണ്. ആ സമയത്തെ ഫീസിൽ നിന്ന് ഇത് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. കാരണം നമ്മുടെ ബാച്ചസിലേക്ക് വരുന്ന ആരും വഴിയാധാരം ആവരുത് എന്ന് ഞങ്ങൾക്ക് ഒരു നിർബന്ധമുണ്ട്. സ്പെഷ്യൽ ടോപ്പിക്സ് പഠിച്ച് തുടങ്ങുക. നമുക്കിനി അവിടെയാണ് ഒരു എഡ്ജ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ റാങ്ക് നിശ്ചയിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്സ് ആയിരിക്കും. SIക്ക് ആണെങ്കിലും LSTSനാണെങ്കിലും കേരള ബാങ്കിനാണെങ്കിലും അത് തന്നെയായിരിക്കും. ഇപ്പോൾ ലിമിറ്റഡ് ടൈം ഓഫറിൽ എല്ലാം എക്സ്ട്രീംലി അഫോർഡബിൾ ഫീസിലാണ് ഇട്ടിട്ടുള്ളത്. കമൻറ്റ് സെക്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെൻറ്റേഴ്സോട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ തരുന്നതാണ്. സോ കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. നിങ്ങളുടെ മാർക്കും കമൻറ്റ് ചെയ്യാം. താങ്ക് യു. ബൈ.